എന്റെ പൊന്നെ ഈ കനലിന്റെ ഉള്ളിൽ എന്താന്നറിയോ? ഹായ്. ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാം? നമ്മളിതേ നമ്മുടെ തറവാട്ടിലാണ് കേട്ടോ. അപ്പൊ തറവാട്ടിൽ ഇതേ ഇങ്ങനത്തെ അടുപ്പാണ്, നമ്മുടെ പണ്ടത്തെ അടുപ്പാണ്. അപ്പൊ അത് കനലൊക്കെ കണ്ടപ്പോ ഞാൻ വെച്ച് രണ്ട് പഴം ചൂടാന്ന്. അപ്പൊ പണ്ടൊക്കെ നമ്മള് പഴം ചുട്ട് കഴിച്ചിരുന്നു, നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ചുട്ട് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇന്ന് അതാണ് പരിപാടി. അപ്പൊ ഞാൻ അതിന്റെ ഒരു പരിപാടിയിലന്ന് നല്ല കനലില് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് പഴം. അതും നാടൻ പഴം കേട്ടോ. ഇപ്പൊ നാടൻ പഴം നല്ലോണം വരുന്നുണ്ട്. വാഴത്തണ്ടിന്റെ പച്ച നാര് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഇലയില് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കണം. ഇത് കനലാവുകൊണ്ട് നമുക്ക് അത് വെണ്ണീർ അതിൽ കയറി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ 2-3 പ്രാവശ്യം ഇതിനെ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് തലങ്ങും വിലങ്ങും നമുക്ക് നന്നായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. നല്ല 3 ഇലയിലാണ് ഞാൻ പൊതിഞ്ഞേക്കണേ. നന്നായി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കനല് കുറച്ച് മാറ്റണം, മുകളിലും കനലിടണം. നമ്മൾ അടിയിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കനല് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗവും വേവണ്ടേ നമുക്ക്. ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്തു നോക്കാം വെന്തിട്ടുണ്ടോന്ന്. ഇലയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു തുടങ്ങിയിട്ട് കണ്ടോ. നമ്മൾ എങ്ങനെ കെട്ടിയിട്ടാലും കനലില്ലാതെ ഇലയൊക്കെ അങ്ങനെ അതാവും. നല്ല മണം വരണ്ട കേട്ടോ. ഈ പഴമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഒരു നല്ല സ്മെല്ലാണ്. അതെ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഉള്ളിലേക്കൊന്നും അതിൻ്റെ വെണ്ണീറൊന്നും ആയിട്ടില്ല. അതേ കണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പതുക്കെ ചെയ്യണേ. പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ചുട്ടിട്ട് പഴം കൊടുക്കുക കേട്ടോ. 6 മാസമൊക്കെ ആയ കുട്ടികൾക്ക് ഇങ്ങനെ ചുട്ടിട്ട് പഴം കൊടുക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കും. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒന്ന് കനലിൽ ചുട്ട് കഴിച്ചു നോക്കും. അടിപൊളി ടേസ്റ്റാണ്.